പ്രാർത്ഥനയോടെ എനിക്ക് ദാസനെ ശിഷ്യന്റെ ദാസനെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരു തുണ ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരു തുണ ഇല്ലെങ്കിലും ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഇവിടുത്തെ ശക്തിയോടെ നമ്മുടെ തമ്മിൽ മഹത്വം കൊടുക്കാം. ശ്രേഷ്ഠ ദൈവകൃത്യം കർത്താവ് ദേവദാസി, പ്രിയ സംദേവദാസൻ, കടന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് എന്റെ സ്നേഹം അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെല്ലാം നന്ദി മഹത്വം അർപ്പിക്കുകയാണ്. പ്രത്യേക കർത്താവ് ദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകളായി ദേവദാസനോട് ചേർന്ന് എനിക്കും അവരൊപ്പമായിരിക്കാൻ കർത്താവ് അനേക സ്ഥലങ്ങളിൽ പ്രിയ ദേവദാസനോട് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. മുമ്പിലേക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തരണത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ പരിശോധനയോടെ കടന്നുപോയി. വളരെ സന്തോഷമാണ്. ദൈവം ഒത്തിരി കർത്താവിന് വേണ്ടി അനേക സ്ഥലങ്ങളിൽ കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവ് നന്ദി പറയുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനക്കാരൻ ബന്ധങ്ങളെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുന്നവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ ദൈവമായി നമ്മൾ എന്ത് ചെയ്യുക? ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുക. സ്തോത്രം. ആ കരാറിലാണ് എന്ത് ചെയ്തത്? നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ശക്തമായ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുവാൻ വന്നു. അല്പനേരം ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി നിർത്തി നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. മതി. വളരെ സുപരിചിതമായ ശക്തമേറിയ ഒരു തിരുവചനമാണ് വായിച്ചത്. ഇന്ന് ഈ പകൽ ഈ ദൈവത്തിന്റെ വചന സ്തോത്രം നമുക്ക് ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വായിച്ച വചനം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അതിനർത്ഥം എന്താ? കലങ്ങാൻ ചാൻസ് ഉണ്ട്. സ്തോത്രം. ഇത് പറഞ്ഞത് മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഒന്നും അല്ല, പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. യേശു പറയാം, എന്നിലും വിശ്വസിപ്പി, എന്റെ പിതാവിനും വിശ്വസിക്കണം. ഇന്നും പകലിന് ഹൃദയവേദനയോടെ ഹൃദയ ദുർഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പോലെ ശക്തമായി വിളിച്ചു പറയുക, നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ യേശു വിശ്വസിപ്പാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ശക്തമായി ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് പകലില് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമുണ്ട്. യേശു നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ മറ്റുള്ളതിൽ തന്നെ വ്യത്യസ്തരായാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. മറ്റുള്ള പേർക്കൂത്തിൽ അതുപോലെ സിനിമ കാണാൻ പോണില്ല, അതുപോലെ ലോകപരമായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ പോകുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. ചില മിനിറ്റുകളുടെ സ്തോത്രം, ഈ സ്തോത്രം ഒന്നെങ്കിൽ നമ്മുടെ കർത്താവിന് വരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം. ഇതിനു ശേഷം ഒരു ദൈവവൈദ്യന്റെ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നാം ഒന്ന് തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് ചില നിമിഷങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ്, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. രണ്ടാമത് കർത്താവ് മടങ്ങി വരുന്നതിന് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചേർപ്പാൻ കർത്താവ് മേഘത്തിൽ വരും. സ്തോത്രം. അതിനുശേഷം കർത്താവ് ഒരു വരവുണ്ട്. ആ വരവ് എവിടെയെന്ന് അറിയോ? ഒലിവുമലയിൽ
കർത്താവ് വരും. ഒലുവുമലയിൽ തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി കോടാനകോടി വിശുദ്ധന്മാരുമായി കർത്താവ് ഒലുവുമലയിൽ കാലു ചവിട്ടും. ഒലുവുമല രണ്ടാണ്ട് പിളരും. അവിടെ ഒരു താഴ്വര ഉണ്ടാകും. ആ താഴ്വരയിൽ അവസാന യുദ്ധം, എതിർ ക്രിസ്തുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ദൈവസഭ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവിടെ സ്ഥലത്തിന് പേര് വരുന്ന സ്ഥലമാണ് യഹോശാഫാത്ത് താഴ്വര. അത് കർത്താവ് മൂന്നാമത്തെ വരവ്. സ്തോത്രം. അതിനുശേഷം സ്തോത്രം, ദൈവം ഈ ഭൂമിയെ മുഴുവനും കത്തി നശിപ്പിക്കും. ഇത് മൊത്തം കത്തിച്ച് കളഞ്ഞതിന് ശേഷം സ്തോത്രം, ദൈവം ഈ ഭൂമിയെ ഒന്ന് പുതുക്കി പണിയും. അത് പുതിയ സ്തോത്രം. അതാണ് അതിൽ കടന്നു വരുന്നതിന് മുമ്പായി ഒരു കാര്യം പറയണം. അന്ന് ദൈവസഭ എവിടെയായിരിക്കും, ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും, അപ്പം നാം എന്തായിരിക്കുമെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. ഞാനൊരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്. ഒരാൾ രാവിലെ തൊട്ട് ഉച്ചവരെ പണിക്കിനെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ ശമ്പളം കിട്ടുമ്പോൾ അവന് വേദന ഇല്ല അല്ലേ? അതാണ് സ്തോത്രം. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടതും നമ്മൾ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും നിലവിളിച്ചതും നമ്മൾ സുവിശേഷം അറിയിച്ചതിനൊക്കെ പ്രതിഫലമുണ്ടോ? സ്തോത്രം. അതിനെക്കുറിച്ചൊന്ന് പറയുവാൻ ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കും. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നമുക്ക് സ്തോത്രം ശ്രദ്ധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വചനം കടന്നു ചെല്ലുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് വേദനയോടെ പ്രയാസത്തോടെ ദുഃഖത്തോടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലുക. ആ വചനം പറയുകയാണ്, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലുന്ന സ്ഥലത്ത് തകർക്കേണ്ടതിനെ തകർത്ത് കളഞ്ഞിരിക്കും, കരിച്ചു കളയേണ്ടതിനെ കരിച്ചു കളഞ്ഞിരിക്കും. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്ന വചനമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലിന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. സ്തോത്രം. ഈ അന്ത്യനാളിൽ വളരെയേറെ പ്രയാസത്തോടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ പത്രത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത കേട്ടു. SLCക്ക് പഠിക്കുന്ന ഒരു കൊച്ച് അപ്പൻ ട്യൂഷന് പോകുമ്പോൾ എന്തോ കാര്യം പറഞ്ഞു. ആ കൊച്ച് വീടിന്റെ അകത്തേക്ക് ആത്മഹത്യ ചെയ്തു. ഒറ്റയ്ക്ക് 10ാം ക്ലാസ് ഒരു പരീക്ഷ എഴുതിയെന്ന് തോന്നുന്നു. രാവിലെ എൻ്റെ ഫോൺ മെസ്സേജ് ഒരു വാർത്തയാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ എന്താണെന്നറിയുമോ, ഇതൊക്കെ കാണുന്ന ഒരു കാര്യം ദൈവജനങ്ങൾ ഓർത്തോണം. നമ്മുടെ കർത്താവ് മേഘത്തിൽ വരാൻ സമയമായി. ലോക സംഭവങ്ങളെല്ലാം പറഞ്ഞാൽ ഇത് ക്രിസ്തു ഇവിടെ പറഞ്ഞിങ്ങനെയാണ്. ഒരു വചനം പറഞ്ഞിങ്ങനെയാണ്. സ്തോത്രം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭം. ആരറിയുമോ? ഈറ്റുനോവുള്ളത് എപ്പോഴെന്നറിയുമോ? ഒരു അമ്മ പ്രസവിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന വേദനയാണ് ഈറ്റുനോവ്. ആ ഈറ്റുനോവ് ആരാണെന്നറിയാമോ? യേശുവനല്ല, എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യാനാണ് ഈറ്റുനോവ് ആരംഭിക്കുന്നത്. കാരണം ഇതൊക്കെ കണ്ടുവരുമ്പോൾ ദൈവജനങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യാശ വർദ്ധിക്കണം. സ്തോത്രം. അടുത്ത ദിവസം യുദ്ധം ശക്തമായി യുദ്ധം ആരംഭിച്ചു. യുദ്ധം എല്ലാം ഓരോ ശക്തം നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി യേശു കർത്താവ് മടങ്ങി വരുവാൻ ഇനി ഒരു പ്രവചനവും നിവൃത്തിക്കാൻ ഇവിടെ നടത്താനില്ല. സകല പ്രവചനം നിവൃത്തിയായി. ഒറ്റ കാര്യമുള്ളൂ, യേശു കർത്താവ് വന്നാൽ മാത്രം മതി. സ്തോത്രം. ഹല്ലേലൂയ. 7 യുഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഈ യുഗത്തിന്റെ പ്രത്യേകത, ഈ യുഗത്തിന്റെ പേരെന്താ? കൃപായുഗമാണ്. മറ്റുള്ള യുഗത്തിനെല്ലാം അന്ത്യത്തിനൊരു അവസാനം പറഞ്ഞ് നിർത്തുകയാണ്. പക്ഷേ കൃപായുഗത്തിന്റെ കാലാവധി വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ വരവോടെ കൃപായുഗം ഇവിടെ തീരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ ആരെന്നറിയാമോ? നമ്മുടെ യേശു കർത്താവ് അഡ്വക്കേറ്റായി. സ്തോത്രം. ഞാനൊരു പാപം ചെയ്തപ്പോൾ ഞാൻ തെറ്റ് പറയുമ്പോൾ എനിക്ക് വേണ്ടി പിതാവിന്റെ മധ്യസ്ഥ ചെയ്യുകയാണ്. പക്ഷേ ഈ യേശു കർത്താവ് ഒരിക്കലും ജഡ്ജിയായി തീരുന്നൊരു കാലം വരാൻ പോവുകയാണ്. ഇന്നും പകലിന് നമ്മുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ നമ്മുടെ പാപത്തിന് ക്ഷമയുണ്ട്. ആ പിതാവിനോട് നമ്മുടെ കാര്യങ്ങളെ വിളിച്ചു പറയും. പക്ഷെ ഒരിക്കലും നമ്മുടെ കർത്താവ് അതല്ലേ. സ്തോത്രം. ഇപ്പം അവൻ അതാണ് നമ്മൾ പാട്ട് പഠിക്കുന്നവരെ സ്തോത്രം പറഞ്ഞത് ദാവീദിൻ ഗോത്രത്തിലെ സിംഹമാവൻ. സ്തോത്രം. ഒരിക്കലും ആർക്കും വഴിമാറാത്ത ഒരു സിംഹമായി എന്റെ യേശു വെളിപ്പെടാൻ പോവുക. ഇന്ന് ഈ ഒരിക്കൽ യേശു സ്തോത്രം യേശു പിലാത്തോസ് മുമ്പിൽ നിന്നപ്പം ഒരു കാര്യം ചോദിച്ചു. പിലാത്തോസ് ചോദിച്ചു, നിന്നെ കൊല്ലാനും വിട്ടയക്കാനും അധികാരം എനിക്കുണ്ട്. യേശു കാര്യം പറഞ്ഞു, നിനക്ക് മുകളിൽ നിന്ന് അധികാരം കിട്ടിയില്ലെങ്കിൽ ഇന്നും പകൽ മറക്കരുത്. ഇന്നും പകലിന് മുകളിൽ നിന്ന് അധികാരം കൊടുക്കാൻ കാരണം എന്നെയും നിന്നെയും കണ്ടുകൊണ്ട് യേശുവിനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. മടങ്ങി വരട്ടെ. സ്തോത്രം. പോയ ഒത്തിരി പതിവും സ്തോത്രം മടങ്ങി വരട്ടെ. ഇന്നും പകലിന് അല്പനേരം ചിന്തിക്കാൻ പറഞ്ഞ ആഗ്രഹമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിനും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. സ്തോത്രം. അല്ലെ? നമ്മുടെ പ്രത്യാശ ഏതാണ്? ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയായിരിക്കും. ഈ വരവിന്റെ പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഇത് ഈ വരവോട് അറിയോ? മധ്യാകാശത്തിൽ, അത് 10 മണിയിൽ മധ്യാകാശത്തിങ്കൽ
പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ ശ്രദ്ധിക്കട്ടെ. പക്ഷേ ഈ കർത്താവ് വരുമ്പോൾ നടക്കേണ്ട ചില സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. എങ്കിലേ നമ്മൾ പ്രത്യാശ വർദ്ധിക്കത്തുള്ളൂ. ഇന്ന് പകലില് നമ്മുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ ശക്തിപ്പെടണമെങ്കിൽ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറണം. സ്തോത്രം. ചിലതോട് നമ്മൾ വിട പറയണമെങ്കിൽ ഇന്ന് പകലില് നമ്മൾ പ്രത്യാശ വർദ്ധിച്ചെങ്കിൽ മാത്രമേ ചിലതോട് വിട പറയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മടങ്ങി വരുന്ന ഒരു പ്രത്യേകത പറയാം. കർത്താവ് ഇത് വരുന്ന പ്രത്യേകത എന്ന് ചോദിച്ചാൽ മധ്യാകാശത്തിന് വരെ ഈ വരവ് വരുന്നുള്ളൂ. മധ്യാകാശത്തിന് ഇവിടെ കയറി വരുവിൻ ഒറ്റ ശബ്ദം മധ്യാകാശത്തിന് മുഴങ്ങും. ഈ മധ്യാകാശത്തിന് മുഴങ്ങുമ്പോൾ നടക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ദേവദാസന്റെ വണ്ടിയുള്ള ആളാണ് ദേവദാസം വണ്ടി കൊടുത്തിട്ട് പോവുക. സ്തോത്രം. ബാക്കി വണ്ടി ഡ്രൈവർ ആരുണ്ടോ അവിടെ? ഇല്ലേ? ഇല്ല. നമ്മളുടെ വണ്ടി ഓടിക്കുന്നത് ഓടിക്കോ. പക്ഷേ വണ്ടി ഓടിച്ച് അതിവേഗത്തിൽ പോകുമ്പോൾ കർത്താവ് വരിക അത് ഓടിക്കോ. ദേവദാസൻ സ്വർഗത്തിന് പോകും, വണ്ടി അവിടെ പോകും, അടുത്ത സ്ഥലത്തേക്ക് പോസ്റ്റേ കയറി ഇടിക്കും, അടുത്ത വരുന്ന വണ്ടികൾ കയറി ഇടിക്കും. വലിയ അനർത്ഥങ്ങൾ ഈ ലോകത്ത് സംഭവിക്കും. ഒരു കാര്യം ഓർത്തോണം. ഇപ്പൊ കർത്താവ് നടന്ന സംഭവം കേട്ടോണം. നമ്മുടെ ഡ്രസ്സറിന്റെ ഇവിടെ കിടക്കും, നമ്മുടെ മൈക്കിന്റെ അവിടെ താഴെ വീഴും, ബൈബിളിന്റെ ഇവിടെ കിടക്കും. മനുഷ്യരീരം പിൻശരീരമായി നമ്മൾ ആകാശത്തേക്ക് പറന്നു പോകും. പ്രൈസല്ലോ. ഇന്ന് പകലിന് ദേശം വിളിച്ചു പറയും, ഒരു കൂട്ടം ജനങ്ങളെ ഇവിടുന്ന് കാണാതെ പോയെന്ന് പറയത്തുള്ളൂ. എങ്ങനെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ കഴിച്ചൊരു വീഡിയോ ഇങ്ങനെ കണ്ടു. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് പകലിന് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഈ വചനം എന്നോടുകൂടെ തോന്നുന്നു, അല്ലാതെ പ്രസംഗിക്കുന്നവർക്ക് മാത്രം ആദ്യം പരിപാടി അല്ല ഇത്. എല്ലാവരും സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഇരുവായിട്ടുള്ള വാളാണ്. ഇത് പ്രസംഗിക്കുന്ന ആൾക്കാർ ഡീസന്റ് അല്ല, എല്ലാവരും മുറിക്കുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. സ്തോത്രം. ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടു. എല്ലാത്തിനും ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചിന്തിപ്പിച്ചു. ഒരു പാട്ട് തെറ്റിപ്പോയാൽ അടുത്ത സ്ഥലത്ത് പാടിയാൽ എനിക്ക് പാട്ടിന് എനിക്ക് നന്നായിട്ട് പാടാം. എൻ്റെ പ്രസംഗം തെറ്റിപ്പോയാൽ അടുത്ത സ്റ്റേജിൽ എനിക്ക് പ്രസംഗിക്കാൻ ശരിയാക്കാം. ഒരു ക്ലാസ്സിൽ തോറ്റു പോയാൽ അടുത്ത പ്രാവശ്യം എന്നനുസരിച്ച് ജയിക്കാം. പക്ഷേ കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോയാൽ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലിന് എന്ത് വിലയും കൊടുത്ത് ഞാൻ പറഞ്ഞ ഞായറാഴ്ച നമ്മളിവിടെ കടന്നു വന്നു. നമ്മൾ നമ്മൾ എങ്ങനെ പോകുന്നത് ഈ ലോകത്താർക്കും അറിയത്തില്ല. ഇവിടെ അഗ്നി ജ്വാലയ്ക്കൊക്കെ കണ്ണുള്ള യേശുവിന്റെ മുമ്പിൽ സകലം വെളിപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് ഇന്നും പകലിന് നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടെങ്കിലും ആരുടെ വിഷയം ഉണ്ടെങ്കിലും അത് ഏറ്റു പറഞ്ഞ് ഇന്ന് മകൻ കർത്താവ് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒരു ദൂതിയെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. അതിനൊന്നാമത്തെ കർത്താവിന് ശേഷം ഈ ഭൂമിയിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഫ്ലൈറ്റിൽ ചിലപ്പോൾ പറന്നുപോയി, ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഒരു രക്ഷിക്കപ്പെട്ട ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ അവൻ പറന്നുപോയി ഫ്ലൈറ്റ് അടുത്ത സ്ഥലത്ത് മേടിക്കും. ഇവിടെ വലിയ സംഭവങ്ങൾ ലോകത്ത് സംഭവിക്കും. അങ്ങനെ ഇവിടെ മൊത്തം പിന്നെ ജനങ്ങൾക്ക് ഇവിടെ ആകെ വിഷയമാകും. ഇവിടുത്തെ ഭരണാധികാരികൾക്കൊന്നും സമാധാനം കിട്ടത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്തോത്രം. എങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് സമാധാനമില്ല, ആഹാരത്തിന് വകയില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകം വായിക്കണ്ട. അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ൽ പറയുന്നു. കർത്താവ് വായിച്ച ഒരു വ്യക്തിക്ക് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു വിടാം. നമ്മൾ പാടിയ പാട്ടിനകത്ത് ഇങ്ങനെ പറയുന്നു, ദാവീദിൽ ഗോത്ര സിംഹമായവനെ സ്തോത്രം, നീ തുറന്നാൽ അത് ആരുടെ പറയുക. സ്തോത്രം. അതിനകത്ത് പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും ആരെയും അന്വേഷിച്ചിട്ട് കണ്ടില്ല. യോഹന്നാൻ സ്തോത്രം വെളിപ്പാട് പുസ്തകം അതിന് 5-ാം അധ്യായം 1-ാം അധ്യായം 1, 2, 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സ്വർഗീയ ആരാധന, 5 കുഞ്ഞാട് മുദ്ര പൊട്ടിക്കാൻ വരുന്നു, 4-ാമത്തെ അധ്യായം മഹോദരങ്ങൾ. അങ്ങനെ തുടർന്ന് ഓരോ രീതിയിൽ കടന്നു പോകുമ്പോൾ 5-ാം അധ്യായത്തിന് സ്തോത്രം കുഞ്ഞാട് കടന്നു വരികയാണ്. കുഞ്ഞാടിനെ അന്ന് ആരും കണ്ടിട്ടില്ല. ഉടനെ സ്വർഗത്തിൽ ശബ്ദം കേട്ടുകയാണ്, ഈ പുസ്തകം വാങ്ങാനും ഇത് തുറന്നു നോക്കുവാനും ആരെങ്കിലും ഒരു ശബ്ദം സ്വർഗത്തിൽ മുഴങ്ങി കേട്ടു. ഉടനെ യോഹന്നാൻ പറയുക, ആരെയും ഞാൻ കാണാത്തത് കൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. ഉടനെ കരയുന്ന യോഹന്നാൻ അടുക്കൽ എന്ന് പറഞ്ഞു, യോഹന്നാൻ നീ കരയണ്ട, ദാവീദിന്റെ ഗോത്ര സിംഹമായിരുന്ന ദാവീദിന്റെ പേരുമായ ഒരു വലുത ഈ പുസ്തകം തുറപ്പാനും അത് തുറന്നു നോക്കുവാനും അതിൽ ജയം പ്രാപിച്ചിരിക്കുന്നു. ഉടനെ യോഹന്നാൻ പറയുക, 24 മൂപ്പന്മാരെ നോക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടവരായി നിൽക്കുന്നവർ കാണുവാനുണ്ടാകുന്നു. ഇന്നും പകലിന് യേശുവിനെ പ്രസംഗിപ്പാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ എന്റെ ആവേശം എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവർ ഉണ്ടെങ്കിൽ അവൻ പേരെ കർത്താവ് യേശു. ഇന്നും കർത്താവ് ആ രാജ്യത്തെ ഉയർത്തുന്നത് വരെ അവൻ എന്നറിയുമോ, അവൻ അറക്കപ്പെട്ടവനായി അവിടെ നിൽക്കുന്നു. സംശയം വായിച്ചേ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിൽ 5-ാം അധ്യായത്തിൽ ഒരുപാട് സ്തോത്രം ഒന്ന് മനസ്സിലായി പോകാൻ എളുപ്പമുണ്ടല്ലോ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ
5-ന്റെ 6-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സിംഹാസനത്തിന്റെ 4 ജീവികളുടെയും നടുവിൽ ആ മൂപ്പന്മാരുടെ മധ്യത്തിൽ ആ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ആ ഇരിക്കുന്നത് കണ്ടു. ആരെന്നറിയോ? അത് നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം. ഇന്ന് പകലിലെ കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ ഊറ്റി തന്നു. ഇന്നും പിതാവിന്റെ വലതുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവ് നൽകി. ഇത് സംഭവിച്ചതല്ല, ഇനി സംഭവിക്കാനുള്ളതാ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം ഇനി നമ്മൾ എന്ത് ചെയ്യുക? സംഭവിക്കാനുള്ളത് മടങ്ങിവരട്ടെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അപ്പം ഈ ഭൂമിയെ മൊത്തം വലിയ വിഷയങ്ങളുടെ ഭൂമി തകർന്നിരിക്കും. അപ്പോഴാണ് എതിർ ക്രിസ്തു വെളിപ്പാട് പുസ്തകം വായിക്കുന്ന 6-1 ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന് പുറത്ത് ഒരുവനിരിക്കുന്ന കണ്ടു. അവന് ഒരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായി പുറപ്പെട്ടു. ആരാണ്? എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം. എതിർ ക്രിസ്തു കടന്നു വന്നിട്ട് അന്ന് ജനങ്ങൾക്ക് സമാധാനമില്ലാതെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അതാണ് കാരണമെന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തിന് സമാധാനം ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് പറയാം. ദൈവസഭ ഭൂമിയിലുണ്ട്. 2 പരിശുദ്ധമാകൂടെ ഉണ്ട്. ദൈവത്തിന്റെ വചനമുണ്ട്. എന്നാൽ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പരിശുദ്ധമാവും ഇല്ല. ഇവിടുത്തെ സമാധാനം എടുത്തു കളയും. സ്തോത്രം. ഇന്ന് പകരം ദൈവമേ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഈ ഭൂമി എന്നിട്ടും എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നത്, എത്ര പേരെ പിശാചിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ചങ്കുറപ്പടെ പറയാം, ദൈവസഭ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ സമാധാനമുണ്ട്. ദൈവത്തിന് വചനം നിൽക്കുന്നത് കൊണ്ട് സമാധാനമുണ്ട്. പരിശുദ്ധത ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. സ്തോത്രം. വരവിന് ശേഷം ദൈവം ഈ ഭൂമിയെ 21 രീതിയിൽ ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കും. 7 മുദ്ര, 7 ക്രോധകലശം, 7 കാഹളം, 21 രീതിയിൽ ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കും. കേൾക്കണം. അന്ന് ആരും തള്ളപ്പെട്ടു പോയ പ്രിയ മക്കളും ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. സ്തോത്രം. ഇന്ന് പകല് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വരവില് നീ തള്ളപ്പെട്ടു പോയാല് സ്തോത്രം, നിന്നെ പോലെ നിർഭാഗ്യവാൻ ലോകത്ത് ആരുമില്ല. സ്തോത്രം. ഓരോ ബാക്കി വായിച്ചു വരുമ്പോൾ അവർ പറയുകയാണ്. സ്തോത്രം. അമ്മ മരണം കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. നിന്റെ സ്ഥലം കഴിക്കുന്നത് ഉടനെ 2 മുറിഞ്ഞ് ബസ് കയറി വഴി കിടന്നാലും നീ മരിക്കത്തില്ല. അമ്മ മരണം നിന്നെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകല് യേശുവിന്റെ രക്തത്താല് വീണ്ടും ചെന്ന് പ്രാപിച്ച ദൈവവൈദ്യരോട് പറയുക, ഇന്ന് എന്ത് വില കൊടുത്തും ആ കർത്താവിൽ നമുക്ക് പോകണം. ആരൊക്കെ നമ്മളെ തള്ളി മാറ്റിയാലില്ല, യേശുവിനെ വിട്ട് നമ്മുടെ സ്റ്റെപ്പ് മുന്നോട്ട് പോകരുത്. കുഞ്ഞുങ്ങളോട് പറയുക, നമ്മുടെ സ്കൂൾ യാത്രയില് പഠിക്കുന്ന മണ്ഡലത്തില് ഒരിക്കലും പറയണം, യേശുവിനെ വിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഓരിക്കൊന്നും വേണ്ട, യേശുവിനെ മാത്രം നിലനിർത്തി മുന്നോട്ട് കടന്നു പോകില്ല. താമസമല്ല, യേശു മേഘത്തിന് വരാൻ സമയമായി. സ്തോത്രം. വെളിപ്പാട് വായിക്കണം. അതിന് 16, 7 അധ്യായങ്ങളൊക്കെ പറയുക. സ്തോത്രം. എന്നിട്ട് സ്തോത്രത്തിന്റെ 6 അധ്യായത്തില് 11 വാക്യം ഞാൻ പറഞ്ഞുകൊള്ളാം. ഒരു വിഷയമില്ലാത്തതുകൊണ്ട് ഇത് പറയാൻ കാരണം ഇത് പറഞ്ഞെങ്കിലേ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കത്തുള്ളൂ. 6 അധ്യായത്തിൽ പറയുന്നു, അന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പട പോലെ കറുത്തുപോയി. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. സ്തോത്രം. ഇതുവരെ അത് സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നു വരെ സൂര്യൻ ഇരുണ്ടു പോയിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ പറയണം, ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ദൈവസഭയോട് നിൽക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. താമസമല്ല, ദൈവസഭയുടെ രക്തത്താലം വീണ്ടും ജന്മം പ്രാപിച്ച ദൈവസഭ എഴുന്നേറ്റ് കഴിഞ്ഞാണല്ലോ വലിയ ഭൂകമ്പങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കാൻ പോവുക. സ്തോത്രം. അതിൽ 14 വാക്ക് ഇങ്ങനെ പറയുകയാണ്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. ആകാശത്ത് നിന്ന് സ്തോത്രം നക്ഷത്രങ്ങള് ഭൂമിയിലേക്ക് വീണു. അവർ പറയുക, അനേക രാജാക്കന്മാര് ന്യായാധിപന്മാര് സകലരും വന്ന് പറയുക, ഞങ്ങളുടെ പേരൊന്ന് പർവ്വതങ്ങളെ ഞങ്ങളുടെ പേരൊന്ന് വീഴ്, ഞങ്ങൾ മരിക്കട്ടെ. പറയാ, കുഞ്ഞാന്റെ കോപത്തൽക്കാലമാണ് അന്ന് വിടുവിക്കാൻ ലോകം പാർക്കും കഴിയത്തില്ല. ഇന്ന് പകല്ല എന്റെ യേശു അഡ്വക്കറ്റായി നിനക്ക് വേണ്ടി പച്ചകാലം ചെയ്യുമ്പോൾ താമസമല്ല, എന്റെ യേശു ആർക്കും വഴിമാറാത്ത ഒരു സിംഹമായി എന്റെ യേശു വെളിപ്പെടാൻ സമയമായി. ഇന്ന് ദൈവസഭ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് ദൈവസഭ ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് പകൽ വന്നു പോകരുത്. സ്തോത്രം. ഇത് പ്രസംഗിക്കുന്നത് സ്തോത്രം. കാരണം യേശുവിന്റെ സാന്നിധ്യം അത്ര ഭയങ്കരമാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പറയുന്നു, ആ ഇസ്രായേലിന് 14 സൈസ് വിഷമുള്ള ഒരു സ്ഥലമാണ് ആ യേശു ക്രൂശിച്ച ആ സ്ഥലത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ആ മുള്ളെടുത്ത് അതുകൊണ്ട് മെനഞ്ഞ എന്റെ കർത്താവിന്റെ തലയിൽ അവർ അടിച്ചിറക്കിയത് എന്തിനു പറയുമോ? എന്റെയും നിന്റെയും പാവം മുഴുവനും യേശു ആ കാൽ കൊണ്ട് ഏറ്റെടുത്തു. അത് ഭക്തമാരിക്കും പാടില്ലേ? ഉൾമൂടി ചൂടിയ ശിരസദിനം പൊന്മൂടി ചൂടിതാൻ എഴുന്നള്ളി. ഈ പാട്ട് ഹൃദയത്തിൽ അകത്തുന്ന
ശിരസിനകത്ത് നമ്മുടെ കർത്താവ് ഇനി വെളിപ്പെടുന്നത് മുൾമുടി ചൂടിയല്ല, പൊന്മുടി ചൂടിക്കൊണ്ട് നമ്മുടെ കർത്താവ് ഇറങ്ങി വരാൻ സമയമായി. സ്തോത്രം. ഇന്നത്തെ ദൈവസഭ ഇന്നുകൂടെ ശക്തമായി ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കാൻ ഇന്ന് ദൈവ സംസ്കാരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് മുതൽ അതിനുശേഷം ദൈവം ഈ ഭൂമിയെ എന്ത് ചെയ്യും? മുഴുവനും നശിപ്പിക്കും. സ്തോത്രം. രണ്ട് യുദ്ധങ്ങളിൽ ഇടയ്ക്ക് നടക്കും. സ്തോത്രത്തിന് ശേഷം യുദ്ധം 4 സംഘടനക്കാരികൾ പറയുന്നു, 4 സംഘത്തിൽ 1-ാം വാക്യങ്ങൾ പറയുന്നു, പറഞ്ഞിങ്ങനെയാണ്. സ്തോത്രം. ജാതികൾ സ്തോത്രം. സോറി, സംഘടന 2-ാം സംഘത്തിൽ 1-ാമത് വാക്യം വായിക്കും. ജസ്റ്റ് ഒന്ന് വായിക്കും. 2-ാം സംഘം 1-ാമത് വാക്യം. ജാതികൾ കലരുന്നല്ലേ? 2-ാം സംഘടന 1-ാം വാക്യം. യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ ഇന്ന് വരെ ഇവരുടെ ഒരു എഴുതാനുണ്ടോ? ഇല്ല. ഇത് സ്തോത്രം. യേശു താൻ വരവിന് ശേഷം സ്തോത്രം ഇവിടെ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് എല്ലാവരും എഴുന്നേൽക്കുന്ന ചരിത്രത്തെ കുറിച്ചാണ് സംഭവചരിത്രമാണ് കിടക്കുന്നത്. സ്തോത്രം. സംഘത്തിൽ പറഞ്ഞിങ്ങനെ പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവർ ചിരിക്കുന്നു, കർത്താവിനെ പരിഹസിക്കുന്നു. അത് വിഷയം മടങ്ങി വരാം. ഇന്ന് പകലിനെ ചിന്തിപ്പിച്ച വാക്കിൽ മടങ്ങി വരികയാണ്. അങ്ങനെ ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ സ്തോത്രം തന്റെ അങ്ങനെ ദൈവസഭ സ്വർഗത്തിൽ ഭൂമിയിൽ 7 വർഷം മഹോപദ്രവകാലം, സ്വർഗത്തിൽ 7 വർഷം പ്രതിഫല വിഭജനം. സ്തോത്രം. ഈ പ്രതിഫല വിഭജനം കഴിഞ്ഞാണ് സ്തോത്രം കർത്താവിന്റെ 2-ാമത്തെ വരവെന്ന് പറഞ്ഞാൽ സ്തോത്രം തന്റെ ശക്തി പറയുകയാണ്, തന്റെ മഹത്വ പ്രത്യക്ഷത എന്നാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞത്. 1 മേഘപ്രത്യക്ഷത, 2 മഹത്വ പ്രത്യക്ഷത. മഹത്വ പ്രത്യക്ഷതയിൽ ദൈവജനം ഇറങ്ങി വരുന്നതിനാണ് കോടാനകോടി ദൂതന്മാരും സ്തോത്രം കോടാനകോടി ദൂതന്മാർ സഞ്ചയത്തിൽ അടുക്കി കെട്ടണം. കർത്താവ് യേശു വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ വെള്ള കുതിരപ്പുറത്ത് കേൾക്കണം. അന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ വെള്ള കുതിര കിട്ടും. സ്തോത്രം. ഇന്ന് പകലിന്റെ ഈ പ്രത്യാശ മണ്ഡലത്തിനകത്ത് കയറണം. ഇപ്പൊ നമുക്കൊന്നും ഇല്ല, നമ്മൾ കാണുമ്പോൾ ഭംഗിയോ സഞ്ചൊന്നും കാണുന്നില്ലേ? അപ്പൊ ഒരു കാര്യം ഓർക്കുക, അന്ന് എല്ലാവർക്കും കാരണം സ്വർഗത്തിലെ സൂപ്പർ വസ്ത്രം ധരിച്ച് നമ്മൾ ധരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നശിച്ചു പോണ വസ്ത്രങ്ങളാ. ഇവിടെ സ്വർഗത്തിലെ സൂപ്പർ വസ്ത്രം ധരിച്ച് എല്ലാവരും വെള്ള കുതിരപ്പുറത്ത് നമ്മുടെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ഇന്ന് പകൽ ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ അത് കയറട്ടെ. ഇന്ന് ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലം വന്നാലും അതായത് പത്രോസൊക്കെ കഴുത്ത് വെട്ടാൻ വേണ്ടി വെച്ചു കൊടുക്കാൻ കാരണം ഈ പ്രത്യാശ കണ്ടു പറഞ്ഞു, നിനക്ക് കഴുത്ത് വെട്ടി മാറ്റാം. എനിക്ക് വരുന്ന പ്രതിഫലത്തെ ഓർത്താൻ എനിക്കൊരു വിഷയമല്ല. ഇന്ന് പ്രാപിച്ചവരെ എന്റെ പ്രത്യാശ ഇവിടെ തീരുന്നത് പ്രത്യാശയല്ല. എന്റെ പ്രത്യാശ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് 6 അടി മണ്ണ് തീരുന്നില്ല. അതിനുശേഷം എനിക്ക് ഉയർപ്പുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയം. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറട്ടെ. അതിനുശേഷം സ്തോത്രം ദൈവം. അതിനുശേഷം എതിർക്രിസ്തുവുമായി യുദ്ധത്തിന് ശേഷം ദൈവം ഈ ഭൂമിയെ ചെയ്യും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം. അതിനുശേഷം ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ കുറേ വിഷയങ്ങൾ പറയണം, തീരത്തില്ല. പക്ഷേ ഞാൻ വായിച്ച വചനത്തിന്റെ എന്ന് പറയാം, അത് 21-ാമത്തെ സ്തോത്രം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുക. സ്തോത്രം. വായിച്ച വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്തോത്രം. ഇന്ന് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വാസസ്ഥലത്തെ കുറിച്ച് ഇന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാനത് പറയുവാൻ ആഗ്രഹിക്കുക. യേശു പറഞ്ഞിങ്ങനെയാണ് സ്തോത്രം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇനി വെളിപ്പാട് പുസ്തകം ആ വാസസ്ഥലം ഏതാണെന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ യോഹന്നാൻ കടത്താണെന്ന് അറിയാമോ? പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞു. സ്തോത്രം. അവന്റെ നാട് കടത്തിയ യോഹന്നാൻ പത്മോസിൽ ഡൊമീഷ്യൻ അവനെ എണ്ണയുടെ അകത്തിട്ട് വറുത്തെടുക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് എണ്ണക്കെടുത്ത് കിടന്ന് തുള്ളിച്ചാടുന്ന യോഹന്നാനെ എവിടെയാ പുസ്തകം പത്മോസിൽ നാട് കടത്തി. പത്മോസിന് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. പത്മോസിൽ ചെന്നവർ ആരും ഇന്ന് വരെ എന്തില്ല, തിരിച്ചു വന്നിട്ടില്ല. ഒരു ദൂതോടെ പറയാം, ഒരിക്കലും സ്തോത്രം ഈ പത്മോസിന് പ്രത്യേകത
ചോദിച്ചാൽ അവിടെയുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടെ വട്ടമിട്ട് പറക്കുന്ന കഴുകുകളുണ്ട്, സ്തോത്രം, കാട്ടുമൃഗങ്ങളുണ്ട്, ഏത് ക്രൂരന്മാരെ ദുഷ്ടന്മാരെ കൊല്ലാൻ കഴിയാത്തവരെ സ്തോത്രം കടത്തിവിടുന്ന സ്ഥലമാണ് പത്മോസ്. പത്മോസിൽ ആര് ചെന്നാലും അവ തിരിച്ചു ചരിത്രമില്ല. യോഹന്നാൻ ചെന്ന് അവിടെ ചെന്ന് കാലുകുത്തുമ്പോൾ സ്തോത്രം ഡൊമിഷ്യൻ പറഞ്ഞു, നിന്നെ സ്തോത്രം ഈ എണ്ണയുടെ അകത്തും നീ രക്ഷപ്പെട്ടെങ്കിൽ സാരമില്ല, നിന്നെ പത്മോസിനുള്ളിലെടുത്തും നീ ചെന്ന് കാലുകുത്തുമ്പോൾ തന്നെ കാട്ടുമൃഗങ്ങൾക്ക് നീ ഇരയായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇവിടെ നാട് കടത്തി. എന്നാൽ ചില നിമിഷം കഴിഞ്ഞപ്പോൾ സ്തോത്രം അവിടെ ചെന്ന് കാലുകുത്തി യോഹന്നാൻ പറയാ, അവിടെ ചെന്ന് കാലുകുത്തിയപ്പോൾ അവന് വേണ്ടി സ്വർഗം ചായിച്ച് എന്റെ ദൈവം അവിടെ ഇറങ്ങി വരുവാണ് വന്നു. ഇന്നു പകല് എവിടെ നീ തീരുമെന്ന്, നിന്റെ ജീവിതം എവിടെ നിന്റെ ശുശ്രൂഷ നിനക്ക് മണ്ഡലം എവിടെ തീരുമെന്ന് ലോകം വിധി എഴുതിയാലും വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഇന്ന് മുതൽ പറഞ്ഞുള്ളത്. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? നിന്റെ ഹല്ലേലൂയ തലമുറ മേലുണ്ടോ? ഇന്നു പകല് ദൈവം ഹല്ലേലൂയ പത്മോസിൽ ഇറങ്ങിയതുമാണ്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് ഇന്ന് മകൾ പറഞ്ഞു പോകരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടെ എന്തെന്നറിയോ? സ്തോത്രം, പത്മോസിൽ ഇറങ്ങി വന്ന യോഹന്നാൻ ചോദിക്കാം, പറയാ പത്മോസ് യോഹന്നാൻ യേശുവിനെ കണ്ടറിയാവോ? ഏതാട്ടെ യോഹന്നാൻ അവസാനമായി യേശുവിനെ കണ്ടപ്പോഴെന്നറിയാവോ? കയ്യിലാണ് എനിക്കപ്പെട്ടവരായി മുൾക്കിട വെച്ചവരായി യേശുവിനെ കണ്ടു. ഇവിടെ പത്മോസിൽ എന്റെ കർത്താവ് ഇറങ്ങി വന്നത് എങ്ങനെയാണ്? 7 നക്ഷത്രം വലം കൈ പിടിച്ചുകൊണ്ട്, ആമേൻ, 7 പൊൻനിഴലുകളുടെ നടുവിൽ. ഇന്ന് പകലിനെ യേശുവിനെ കുറിച്ച് ഇന്ന് പകൽ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം, ഒരു മാതാവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു പോലെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പാടുമ്പം ഞാൻ പറയുന്നു, ഞാൻ പ്രത്യേകിക്കുന്ന കർത്താവ് യേശു അവൻ ആരാണെന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 66 പറയുന്നു, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, ഇവയൊക്കെയും എന്റെ കൈ നിർമ്മിച്ചുണ്ടാക്കി. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവരും എന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരെ ഞാൻ കടാക്ഷിക്കും. ഇന്ന് പകൽ ഈ വചനത്തിന് മുഴുവൻ തകരാൻ തയ്യാറാണോ? ഇന്ന് സഹായിക്കുന്നവൻ എന്റെ കർത്താവ്. സ്തോത്രം, മടങ്ങി വരട്ടെ. ഈ പത്മോസിൽ കിടക്കുന്ന യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഇവിടെ വായിക്കുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. അല്ലേ? സ്തോത്രം. പുതിയ ഭൂമി എന്തില്ല? സമുദ്രമില്ല. സൂര്യനുണ്ടോ? സൂര്യനും ഇല്ല. ആമേൻ. ഇന്ന് പകലില് ഈ സ്തോത്രം ഈ വാഗ്ദത്തത്തിലേക്ക് ദൈവസഭയെ ഇതുപോലെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ സൂര്യനും ചന്ദ്രനും അവിടെ ഇല്ല, പിന്നെ അവിടെ നിത്യ വിളിച്ചമാനാ നമ്മുടെ കർത്താവായ യേശു. ആമേൻ. ഇന്ന് പകലിനെ യേശു ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ചോദിച്ചു, സിജോ, അന്ന് ഏതാം തോട്ടത്തിൽ കർത്താവ് യേശു പിതാവായ ദൈവം ഇറങ്ങി വരുമ്പോൾ ഇവരോട് സംസാരിക്കുമായിരുന്നു. മോശ അടുക്കൽ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞത്, എന്നെ കണ്ടവൻ ആരും ഇതുവരെ എത്തിയില്ല, ജീവിച്ചിരുന്നിട്ടില്ലല്ലേ? അപ്പൊ അവൻ എന്താന്ന് ചോദിച്ചു. ഞാൻ പറയാം, അവർക്ക് സ്തോത്രം ഏതാം തോട്ടത്തിൽ ഇറങ്ങി വന്നപ്പോൾ തേജസ്കരിക്കപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിൽ പാപം ചെയ്തപ്പോഴും നമ്മുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയുക, ഈ തേജസ് തലനിര വെള്ള നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്. സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാം പാടുന്ന പാടാലോ, എന്താ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ടല്ലേ? ഈ പാട്ട് പാടാൻ ഒറ്റ യോഗ്യതയുള്ള ആരെന്ന് ചോദിച്ചാൽ അറിയോ? അത് നമുക്ക് മാത്രം, മനുഷ്യർക്ക് മാത്രം. ഈ പാട്ട് ദൂതന്മാർക്ക് പാടാൻ കഴിയത്തില്ല. എന്നറിയാമോ? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രത്യേകത കേട്ടോ. ദൂതന്മാര് നമ്മുടെ സേവാത്മാക്കളാണ്. പക്ഷേ അവര് പാപം ചെയ്തപ്പോൾ ദൈവം അവരെ അന്ധതമസ്സിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം. ദൂതനെ ദൈവത്തെ കുറിച്ച് പറയാമോ? ദൂതൻ പറയും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ ബലത്തെക്കുറിച്ചും പറഞ്ഞാൽ അവർ വാപറവർ പറയും. പക്ഷെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അവർക്ക് അറിയത്തില്ല. കാരണം അവർ പാപം ചെയ്തപ്പോൾ അവരെ അന്ധതമസ്സിൽ ദൈവം അടച്ചു. പക്ഷെ മനുഷ്യ പാപം ചെയ്തപ്പോൾ തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി തന്നു. ആമേൻ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:1 കണ്ണി ഞാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ
വലിയ സ്നേഹം. ആമേൻ. ഇങ്ങനെയൊക്കെ ഓർത്ത് വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. സ്തോത്രം. ഇന്ന് മടങ്ങി വരേണ്ട സ്ഥലമൊക്കെ പെട്ടെന്ന് ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും പോയി, സമുദ്രം ഇനിയില്ല. അത് പറയുക. സ്തോത്രം. അടുത്ത നമുക്ക് വേണ്ടി പണിതിരിക്കുന്ന പുതിയ ഇവിടെ വരുന്നതെന്നറിയാമോ? ആമേൻ. മനുഷ്യന്റെ കൈപ്പണിയല്ല, സ്വർഗത്തിൽ നിന്ന്. ആമേൻ. ഒന്ന് വായിച്ചു. എവിടെ നിന്ന്? സ്വർഗത്തിൽ ദൈവ സന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഓർത്തോണം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ കൈപ്പണിയല്ല. ഇന്ന് പകലിലെ ഈ വചന പുസ്തകം എനിക്ക് ആവേശം നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമുക്ക് അത് വീടും ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് വേണ്ടി പണിത് വെച്ചിരിക്കുന്ന ആ ഭവനമുണ്ടല്ലോ, സ്തോത്രം, ആ ഭവനം ഈ ഭൂമിയിൽ ആരെയും എഞ്ചിനീയർ പണിതല്ല, സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ അടിസ്ഥാനക്ക് വേണ്ടി, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുന്ന, തനിക്ക് വേണ്ടി യേശുവിന്റെ രക്തം തന്ന് വീണ്ടെടുത്ത തന്റെ മക്കൾക്ക് വേണ്ടി പാർക്കാനുള്ള സ്ഥലമാണ്. സ്തോത്രം. ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണമേ. ഇത് കേട്ടെങ്കിലേ നമ്മൾ പ്രത്യാശ വർദ്ധിക്കുന്നുള്ളൂ. സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരില് സാധാ മരണം മരിച്ചോ ആർക്കറിയാമോ? യോഹന്നാൻ മാത്രം. ബാക്കി എല്ലാവരും രക്തസാക്ഷിയായി തീർന്നു. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. പറഞ്ഞിങ്ങനെയാണ്, എനിക്ക് എന്റെ യേശുവിന്റെ അരുമനാഥന്റെ പാദത്തിൽ ചുംബിച്ച് മരിക്കണം, അതുകൊണ്ട് എന്റെ തലകീഴായി അന്വേഷിച്ചോളാൻ പറഞ്ഞു. എന്തുകൊണ്ട്? അവർക്ക് എല്ലാം കിട്ടിയത്. പൗലോസേ, നിനക്ക് എല്ലാം കിട്ടി. ഇവിടെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തസാക്ഷിയായി തീർന്ന ആർക്കെങ്കിലും ഒന്നും കിട്ടിയില്ല. അപ്പോൾ പറയും, ഒരിക്കൽ ഞങ്ങൾ ഈ ലോകത്തെ അവകാശിയായി തീരാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് ഈ പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്ന് നമ്മൾ പ്രത്യാശ, ഇന്നും മരിച്ചാൽ തന്റെ അടുത്തോളം ഭരിക്കാൻ തയ്യാറാണ്. സ്തോത്രം. ഞാൻ പണ്ട് ഈ ഹോട്ടലിൽ സമയത്തിലെ പാട്ട് കണ്ടി വരുമോ എൻ്റെ വണ്ടിക്കകത്ത്. ഇപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, ഈ പാട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അന്ന് പാടുമ്പോൾ കേൾക്കാൻ പറ്റൂല, അതുകൊണ്ട് അറിയാൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മരണവീട്ടിലൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. മരണം ഏത് നിമിഷവും നമ്മൾ പിടിക്കുന്നത്. ഓക്കെ, മരണമല്ല വിഷയം, മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ അകത്തില്ല. ഭൂമിയിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. ഇതൊക്കെ പോട്ടെ, ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ ഒരിക്കൽ ദൈവം കത്തിച്ച് നശിപ്പിച്ചു കളയും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വചനം പറഞ്ഞിങ്ങനെയാണ്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അതിന്റെ തേജസ്സിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് സ്തോത്രം, അതിന് താഴെ കുറെ ആളുകൾ ഞാൻ പറഞ്ഞ ബാക്കി സ്തോത്രം. ഞാൻ ഒരു പെട്ടെന്ന് പറയാം. സ്തോത്രം. ഇത് പറഞ്ഞ് നിങ്ങളൊന്നും പതനാൻ പോകുന്നില്ല. ഇത് ഞാൻ പറയാൻ വന്നാലെങ്കിലും ഹൃദയം ദൈവമാവിന്റെ ഹൃദയത്തിൽ തന്നോട് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഇറങ്ങി വരുന്ന വീടിന് പ്രത്യേകതയുണ്ട്. സ്തോത്രം. ആ വീടിന് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാനം ഇട്ട ആരെങ്കിലും ആരും കണ്ടില്ല. ഈ അടിസ്ഥാനം ഇടുന്ന കല്ലിന് വലിയ ഗുണമോ ആരും പിന്നെ ഭംഗിയൊന്നും കാണത്തില്ല. പക്ഷേ ഇതിന് അടിസ്ഥാനമുണ്ട്. പക്ഷേ ഇവിടെ പറയുകയാണ്, സ്തോത്രം, വെളിപ്പാട് പുസ്തകത്തിൽ അത് പറയുകയാണ്, ആ ഇറങ്ങി വരുന്ന കെട്ടിടം കൊണ്ട് അതിന് ചുറ്റൊരു വൻ മതിലുണ്ട്. ആ മതിലിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് 12 തരം രക്തങ്ങൾ കൊണ്ടാണ്. അതെ, ആ രക്തങ്ങളൊന്ന് വായിച്ച സ്തോത്രം കേട്ടോ. ഇതൊക്കെ കേട്ടോടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നാളെ ഞാൻ പറയുന്നുണ്ടോ, ഏത് നാളെ യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലടാ ചകിരോട് കത്തി കുത്തി കയറ്റിക്കണം പറയാൻ ധൈര്യമാണെങ്കിൽ ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരണം. പ്രീതനോ, നമ്മൾ പേടിക്കാതെ പിന്നെ ചങ്കുറപ്പോടെ യേശുവിനോട് നിൽക്കാൻ വേണമെങ്കിൽ ഈ 2 ദിവസം ഇവിടെ പറഞ്ഞ മാറിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ രക്തസാക്ഷിയാൽ തീരണ വരും. അപ്പോഴും പറയണം, ഇങ്ങനെ പറയണം, ഇല്ല യേശുവിനെ വെട്ടിയൊന്നും വേണ്ട. സ്തോത്രം. നിത്യമായ ഒരു ഭവനം ഞങ്ങൾ ഒരിക്കലും വെളിപ്പാട് പുസ്തകം അതിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ച നഗരത്തിന്റെ ഗൗരവങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകൾ ഉണ്ടായിരുന്നു. നഗര സമയത്തിലുമായി കിടക്കുന്നു. അതിന്റെ വീതി നീളവും സമം. അളവുകൊണ്ട് ഞാൻ അവൻ സമുദ്ര നഗരത്തെ അളന്നു. അതിന്റെ 17 അതിന്റെ മതിലളന്നു. മനുഷ്യന്റെ അളവിൽ എന്ന് വെച്ചാൽ ഗോതിന്റെ അളവിൽ തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. അതിന്റെ പടി സൂര്യകാന്തം നഗരം സ്വച്ഛ സ്ഫടികത്തിനൊപ്പം അനുഭവമായിരുന്നു. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 4-ാമത് മാണിക്യം, 4-ാമത് മരതകം, 5-ാമത് നഖവർണ്ണി, 6-ാമത്
ചുവപ്പ് കല്ല്, ഏഴാമത് പീതരക്തം, രണ്ടാമത്തെ ഗോമേതകം, മൂന്നാമത് കുഷിരാഗം, രണ്ടാമത്തേത് വൈഡൂര്യം, മൂന്നാമത്തേത് പത്മരാഗം, പന്ത്രണ്ടാമത് സുഗന്ധി രക്തം. 12 ഗോപുരവും 12 മുത്ത്. 12 രക്തങ്ങൾ കൊണ്ട് മതിലിന്റെ അടിസ്ഥാനം ഇട്ട ആണെങ്കിൽ അതിന്റെ അളവ് എന്നായിരിക്കും? ഇന്ന് പകലിന് എന്നെ കേൾക്കുന്ന വാസന ദൈവജനത്തോട് പറയാം. ഒരിക്കൽ നമ്മൾ പറയും, ഞങ്ങൾ അതിലെ പാടുകളില് സ്വർണ്ണ തെരുവിൽ വീണ്ടും കാണും പ്രിയദിനത്തിൽ എന്ന് പറയല്ലേ. സ്വർണ്ണ തെരുവിൽ കൂടി നടക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മള്. 12 അടിസ്ഥാനം അതിൽ 10 വഴിയില് മുത്തുമയമായി വിളങ്ങും പട്ടണമാണ് പുത്തനൂരം ശോഭിതം വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിത. എന്ത് മനോഹരമായ പാട്ടല്ലേ ഈ പാടുന്നല്ല. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക പട്ടണത്തിൽ ജീവിക്കാനുള്ളവരാണ് നമ്മള്. സ്തോത്രം. ഇന്ന് പോലെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരട്ടെ. സ്തോത്രം. 12 തല രക്തങ്ങൾ കൊണ്ട് പടർന്ന വീട്. സ്തോത്രം. തീർന്നില്ല. ആ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞിങ്ങനെയാണ്. ഒരു പുസ്തകത്തിൽ വായിച്ചു പറഞ്ഞു, 1500 മൈൽ നീളം, അത്രയും പൊക്കം ആ വീടിന്. ഒരു ദേവസ്ഥാനം കണക്കാട്ട് ജസ്റ്റ് പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതി, ആ വീട് അത് ഒരു നിലയായിട്ട് തിരിക്കാമെങ്കിൽ 36 ലക്ഷം ആണ് ഒരു കണക്ക്. അത്ര നിലകളായിട്ട് തിരിക്കാം. ഒരാൾക്ക് ഒരു മുറി 1 ഏക്കർ 17 സെന്റ് വെച്ച് വീതിച്ചു കൊടുത്താലും ഒരു മുറിയില് സ്തോത്രം 100 കോടി ഒരു നിലയെ പാർക്കാണ്. ആമേൻ. പക്ഷെ ഒരു കാര്യം പറയാം, അത് തരിശാതെ കിടന്നാലും ദൈവത്തിന്റെ വചനം പ്രമാണിക്കാത്ത ആരും അവിടെ കാൽ കുത്തത്തില്ല. സ്തോത്രം. ഇന്ന് പകലില് ഇന്ന് ദൈവസഭയോട് ഞാൻ പറയുക, നമുക്ക് അന്ന് തെരുവീതിയില് നമുക്ക് കർത്താവിനോടൊപ്പം അവിടെ ആയിരിക്കണം. സ്തോത്രം. അവിടെ സൂര്യനും ചന്ദ്രനുമില്ല, നമ്മുടെ കർത്താവായ യേശുവില്ല, അവിടെ വെളിച്ചമായി തീരും. സ്തോത്രം. എല്ലാവരും പറഞ്ഞല്ലോ, സ്വർഗത്തിലെപ്പോഴും ആരാധനയല്ല. നമുക്ക് ഭക്ഷിക്കാമോ? നമുക്ക് കർത്താവിന്റെ വചനം നമ്മൾ ഭക്ഷിക്കാൻ പറ്റുമോ? ഭക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷിക്കാം. സ്തോത്രം. കർത്താവ് യേശു താൻ മരിച്ച് അടക്കപ്പെട്ട് 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഏകദേശം 40 ദിവസം ചെയ്തു ഈ ഭൂമിയിലുണ്ട് അല്ലേ? യേശു വിശന്ന് അവിടെ ചെന്നു. യേശുവിനെ കഴിക്കാൻ പറഞ്ഞത് എന്താണെന്നറിയോ? തേൻ കട്ടി കൊടുത്തോ? നേരാണോ? ആ ശരീരം കിട്ടുന്നത്. സ്തോത്രം. കഴിക്കണം ആഗ്രഹമൊന്നുമില്ല, കുഴപ്പമില്ല, കഴിക്കാം. പിന്നെ പറയുന്നത് നമ്മുടെ ചിന്തയാണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ സ്പീഡ്. ഞാൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ അമേരിക്കയിൽ ചെന്നാൽ അവിടെ ചിന്തിരിക്കും, ആ ശരീരം ദൈവം തരുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരം. പക്ഷെ അതൊരു കാര്യം, അതിൻ്റെ പേരുണ്ട്, തള്ളപ്പെട്ടു പോയാൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ അവിടെ നിൽക്കേണ്ടി വരും. വെള്ള സിംഹാസനത്തിന് പ്രത്യേകത കേട്ടോ. സ്തോത്രം. വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ഇപ്പൊ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ തള്ളപ്പെട്ടത് കരുതിക്കൂ. വെള്ള സിംഹം നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി സാക്ഷി വരെ വരുന്നത് വായിച്ച സംഘത്തെ പറയുന്നു, അവൻ മേലിൽ നിന്ന് ആ ദിവസത്തെയും ഭൂമിയെയും പിടിക്കുന്നു. സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, ദൈവമേ എനിക്ക് അറിയത്തില്ല, ഇവിടുത്തെ ഈ മണ്ണ്, ഈ കല്ല് എനിക്ക് സാക്ഷി പറയില്ല. ഇന്ന സമയത്ത് ഇന്ന കാര്യത്താൽ ദൈവത്തിന്റെ വചനം ദിവസം സംസാരിച്ച, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ദിവസം പറഞ്ഞ എന്ന് നാളെ ഈ നിൽക്കുന്നവരെ ഏറ്റു പറയും. അതിന് മുമ്പ് ഇന്ന് പകലിന് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് സമർപ്പിക്കാൻ തയ്യാറാകുമോ? അത് മാത്രമല്ല, ആ പുത്തൻ ഭവനം യേശു പറഞ്ഞിങ്ങനെയാണ്, ആ സ്തോത്രം യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഇവിടുത്തെ ആരെങ്കിലും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മെമ്പറായി പറയും, അവിടെ വോട്ട് ചെയ്യാമെങ്കിൽ നിനക്കൊരു വീട് തരാന്ന് പറയും, അല്ലേ, അല്ലെങ്കിൽ ഒരു വണ്ടി മേടിച്ച് തരാന്ന് പറയും. പക്ഷേ എൻ്റെ യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താം. ഇന്ന് പകലിനെ യേശുവിന്റെ രക്തത്താൽ വീണ്ടുജനം പ്രാപിച്ചവർ ഇതുപോലെ പറ, എനിക്ക് എന്റെ യേശു, അങ്ങനെ ഭക്തകളിലെ എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടെ
ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലം. ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലമാണ്. ഒരു നിമിഷം സിന്റെ പോലെ പറഞ്ഞാൽ ഇതിൻ്റെ ഇട്ടിട്ട് ഞാൻ ഇവിടെ പോണ്ടി വരും. ചിലപ്പം ഒരു ശവോളത്തിന് കിട്ടുമായിരിക്കും, എന്നെ കുറെ ഫ്ലെക്സിബിൾ വെക്കുമായിരിക്കും എന്ന് വെച്ചിട്ട് സ്മൃതി പോണമെന്നില്ല. ഞാനും ദൈവത്തിൻ്റെ വചനവും യേശുവായും എത്ര ബന്ധമുണ്ട്. ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ അകത്ത് ഒന്ന് ചിന്തിച്ചിട്ടേ പോകാമോ? ഇന്ന് പകൽ നല്ല ശവോളം കിട്ടി. ചിലപ്പോൾ വേണ്ടത് ശവോളത്തിന് വേണ്ട ആരും കണക്കിനുള്ളൂ ഈ വഴിക്കുന്നുള്ളത്, അത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ആത്മാവ് ആ കർത്താവിലേക്കാണ് ഇന്ന് പകൽ നിലവാക്കി നിർത്തുക. ഒറ്റ കാര്യം ഇന്ന് പകൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ലോകത്ത് ഓരോ വിഷയങ്ങൾ നടക്കുമ്പോൾ നാളെ ചില സുവിശേഷത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മളെ കൊല്ലാം, അല്ലെങ്കിൽ നമുക്ക് ചില നഷ്ടപ്പെടാം, ചിലപ്പോൾ നമുക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. യേശു പറയുക, കലങ്ങി പോകരുത്. ഇന്നിപ്പോൾ യേശുവിനെ രക്തം ചെയ്യും. സ്വന്തമായി ദൈവസഭയോട് ദൈവാത്മാവിനായി ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എൻ്റെ യേശു വിശ്വസിക്കണം. ഏത് പ്രതിസന്ധികളും വന്നാലും ഏത് പ്രതികൂലം വന്നാലും ഇല്ല, യേശുവെ അങ്ങേ വീട്ടിലേക്കൊന്നും വേണ്ട, യേശുവിനെ വീട്ടിൽ നമുക്ക് യാത്ര വേണ്ട. ആരൊക്കെ നമുക്കെതിരെ നിന്നോട്ടെ, നമ്മൾ ശരിക്കും സകലം നമുക്കെതിരെ വന്നോട്ടെ, പഴപ്പറ എൻ്റെ യേശുവിനെ വിട്ട് എനിക്കൊരു യാത്ര വേണ്ട. ഒരു നിമിഷം ഒരു നിമിഷം ഇത് പകൽ കേട്ട വചനത്തിന് മുമ്പിൽ ആർക്കും ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? യേശപ്പ, ഇന്ന് പകൽ ഈ കേട്ട വചനം യേശപ്പ എൻ്റെ ജീവിതത്തിന് തെറ്റുകൊണ്ട് കർത്താവേ, എൻ്റെ വാക്കിലുണ്ട്, സംസാരത്തിലുണ്ട് കർത്താവെ, എന്നോട് ക്ഷമിക്കണം കർത്താവെ. ഇന്ന് പകൽ ഈ ലോകത്തിലെ വാക്ക് കേട്ട് നഷ്ടമാകുന്ന കർത്താവെ, ആ നിത്യതയിൽ എൻ്റെ കർത്താവിനോട് ചെയ്യുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യുന്നത് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഈ ജനത്തെ നൽകി കർത്താവെ, അവർ ഏത് പ്രയാസമായാലും ഇന്ന് കർത്താവെ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവാണെങ്കിൽ കർത്താവെ, അവരെ പരീക്ഷ ടൈം ആയിരിക്കും, അതിനുശേഷം വെക്കേഷൻ ടൈം ആയിരിക്കുന്ന കർത്താവെ, ശത്രു അവരെ തുടരുത് കർത്താവെ, ശത്രു പരമ്പര അവകാശം പറയുന്നത് കർത്താവെ, യാതൊരു കർത്താവെ ദുഷ്ടർ ഒരു പോലും കുഞ്ഞുങ്ങളുടെ കർത്താവെ അവകാശം പറയാതെ യേശുവിന്റെ രക്തങ്ങൾ ഉത്തരവനപ്പെടുന്ന കർത്താവെ, അവരേത് മണ്ഡലത്തിലായിരുന്നു കർത്താവെ, അവരുടെ പഠന സ്ഥലത്തല്ല യേശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നവർ കർത്താവെ ദൈവസ്ഥമാർക്ക് വേണ്ടി പ്രാർത്ഥന കർത്താവെ, മാതാക്കന്മാർക്ക് വേണ്ടി കർത്താവെ, അപ്പച്ചന്മാർക്ക് പ്രാർത്ഥന കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ കേട്ടവൻ വിശ്വസിക്കുന്ന കർത്താവെ, ഹൃദയം കലങ്ങി പോകാതെ ഈ നാളിന്റെ അപ്രത്യാശയോടെ നമ്മുടെ പേരിലൊരിക്കൽ സ്തോത്രം ചെയ്യുന്നു. മഹത്വവും പുകഴ്ചയും അർത്ഥമാകുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാണ് ദൈവം നമ്മളെ എല്ലാവരെയും നയിക്കുവാനാകട്ടെ. സ്തോത്രം. നല്ല ദൈവ ആലോചനകൾക്കായി ഒരിക്കൽ കൂടെ ആരാധന കടന്നു വരുവാനായിട്ട് ദൈവാത്മ